ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വോയിസസ് ഗേൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരെങ്കിലും എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. പ്രഗ്നൻസി ടൈമിൽ ഞാൻ എങ്ങനെയാണ് ഷുഗർ കൺട്രോൾ ചെയ്തത്, എങ്ങനെയാണ് നമ്മൾ ഈ ഷുഗർ എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ എല്ലാ പ്രഗ്നൻസിയിലും ഉണ്ടായിരുന്നോ തുടങ്ങിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ്. കാരണം എൻ്റെ പ്രഗ്നൻസി ജേണിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു, എൻ്റെ ഷുഗർ ഇത്രയായി, എൻ്റെ ഷുഗർ ഇത്ര കൺട്രോളായി, എൻ്റെ ഷുഗർ ഇത്ര കൂടി എന്ന് പറഞ്ഞിട്ട് ഷുഗർ എന്നായിരിക്കും. സോ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും ജസ്റ്റേഷൻ ഡയബറ്റീസ് ഉണ്ടായവരും അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പം ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞു, ഇപ്പോഴും ആ ഒരു പ്രശ്നത്തിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോഴും കുറേ മെസ്സേജ് ഇങ്ങനെ കണ്ടു, ചേച്ചി ഹെൽത്ത് ഒന്ന് ഓക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഉപകാരം ആവട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആവണം എന്നില്ല, പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും പ്രഗ്നന്റ് ലേഡീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഒരു സാധനം കണ്ടിട്ട് വരൂ കേട്ടോ. ഒരു ഫീറ്റ് ലവറായ ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിച്ചതെന്നാൽ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഫീറ്റ് കെയർ ആണ് കേട്ടോ. ഞാൻ മര്യാദയ്ക്ക് കെയർ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചൊരു സാധനമായിരുന്നു അഗാരോ CR 3001 കാലസ് റിമൂവർ. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്രൊട്ടക്റ്റീവ് കവർ. അതിങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഗ്രൈൻഡിങ് ഹെഡ് വിത്ത് യുണീക്ക് റോളേഴ്സാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ പവർ ബട്ടൺ. നമുക്കിവിടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 2 വേരിയബിൾ സ്പീഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജെന്റിൽ എക്സ്ഫോളിയേഷനൊക്കെ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ലോ സ്പീഡ് യൂസ് ചെയ്യാം. അതുപോലെ പവർഫുൾ സ്ക്രബിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഹൈ സ്പീഡും. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ചാർജ് ഇൻഡിക്കേറ്റർ ലൈറ്റ്. ചാർജിങ് സോക്കറ്റ് കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ ബോട്ടം പോർഷനിലാണ്. USB വയറും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 45 മിനിറ്റ്സ് ഒക്കെ ചാർജ് ലാസ്റ്റ് ചെയ്യും, 1 ടൈം ചാർജ് ചെയ്താൽ കേട്ടോ. 3 ഇൻ്റർചേഞ്ചബിൾ ഹെഡ് റോളേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടഫ് കാലസ് അതുപോലെ ഹാർഡ് സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോസ് ഗ്രൈൻഡിങ് ഹെഡ് യൂസ് ചെയ്യാം. അതുപോലെ ഡെഡ് സ്കിന്നിനൊക്കെ ആണെങ്കിൽ മീഡിയം ഗ്രൈൻഡിങ് ഹെഡും ഡെയിലി കെയറിങ്ങിനൊക്കെ ആണെങ്കിൽ ഫൈൻ ഗ്രൈൻഡിങ് ഹെഡും യൂസ് ചെയ്യാം. ഇതിലിവിടെ ഒരു റിലീസിങ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. അത് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്കിത് ഈസിലി റിമൂവ് ചെയ്യാം. അതുപോലെ ഈസിലി ഫിറ്റ് ചെയ്യാനും പറ്റും. ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള യൂസർ മാനുവലും ഇതിനോട് കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഡെലിവറി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാനിതാ ഈ കലാപരിപാടിയിലേക്കാണ് കടന്നത്. എനിക്ക് എൻ്റെ കാല് കണ്ടിട്ട് ആകെ മൊത്തം ഒരു ശോകമുഖമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വാം വാട്ടറിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചു. ദെൻ ഒന്ന് വൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഈ ഒരു മെഷീൻ ഗ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല രീതിക്ക് തന്നെ ഡെഡ് സെല്ലൊക്കെ റിമൂവ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രഗ്നൻസി ടൈമിൽ ഉടനീളം ഞാൻ എൻ്റെ കാലധികം കെയർ ചെയ്യാത്തതുകൊണ്ട് തന്നെ ടഫ് കാലസ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഹാർഡ് സ്കിൻ ഫീൽ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കോസ് ഗ്രൈൻഡിങ് ഹെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നോക്കിയേ എന്തോരം കാലസ് ആണല്ലോ, ഡെഡ് സ്കിന്നാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ മെഷീൻ ക്ലീൻ ചെയ്യാൻ ഈ ബ്രഷ് കൊണ്ട് വളരെ ഈസിയാണ് കേട്ടോ. പിന്നെ നമുക്ക് തന്നെ ഫുഡിൻ്റെ പല സൈഡിലേക്കും സ്കിന്നിനെ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളതിനനുസരിച്ച് കോസ് ഗ്രൈൻഡിങ് ഹെഡാണോ അല്ലെ മീഡിയം ആണോ അല്ലെ ഫൈൻ ഗ്രൈൻഡിങ് ഹെഡാണോ യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം. ഡെയിലി കെയറിനൊക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫൈൻ ഗ്രൈൻഡിങ് ഹെഡ് തന്നെ യൂസ് ചെയ്യുന്നത് നല്ലത് കേട്ടോ. നമുക്കിതിൻ്റെ പിന്നിൽ തന്നെ ഒരു LED ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ. അതെന്തിനാണെന്നറിയാം, നമുക്ക് ബെറ്റർ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. IPX7 വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഈസിലി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ ബാത്ത് ടൈമിൽ യൂസ് ചെയ്യാനും ഹെൽപ്ഫുള്ളാണ്. ഇനി ഇത് ഡ്രൈ ചെയ്യാനും വളരെ ഈസിയാണ്. സോ നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് പോർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണിത്. എനിക്ക് എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്തേക്കാമേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ കാര്യം ഞാൻ ബുക്ക് കയ്യിൽ കരുതിയിട്ടുണ്ട്, കാരണം പോയിന്റ്സ് ഒന്നും വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ പ്രഗ്നൻസിയിലുണ്ടല്ലോ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ദൃശ്യ അധികം തടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ദൃശ്യൻ്റെ വയറെന്നെയാണുള്ളത്, മൊത്തത്തിൽ ഇങ്ങനെ തടിയൊന്നും വന്നിട്ടില്ല എന്നുള്ളത്. അതിന് മെയിൻ റീസൺ ഞാൻ ഷുഗർ കൺട്രോൾ ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. അപ്പം ആ ഒരു കാര്യം ഷുഗർ കൺട്രോൾ ചെയ്ത് എങ്ങനെയൊക്കെ തടി കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഷുഗർ ഇല്ലെങ്കിലും കുറച്ച് ഷുഗർ കൺട്രോളൊക്കെ ചെയ്ത്, അതായത് ഡയബറ്റീസ് ഇല്ലെങ്കിലും ഷുഗർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നടക്കുക എന്തോരോ ഞാനൊരു ഷുഗർ പ്രേമിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ഷുഗർ കൺട്രോൾ ചെയ്ത് ഇപ്പോൾ ഇച്ചിരി മധുരമാണെങ്കിൽ പോലും അതൊരു ഓവർ മധുരം പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണി നോക്കുകയാണെങ്കിൽ ഞാൻ
എൻ്റെ 3 പ്രഗ്നൻസിയിൽ, അതായത് അല്ലുവിനെ, തുമ്പീനെ, നമ്മൾ കുഞ്ഞുവാവേനെ 3 പേരെ പ്രഗ്നൻ്റ് ആയ സമയത്തും എനിക്ക് ഷുഗർ ഉണ്ട്. പക്ഷെ ഞാനതിൽ അതായത് എനിക്ക് ഷുഗർ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് പല പല മന്ത്സിലായിരുന്നു. അതായത് അല്ലൂസിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ കണ്ണൂർ വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയും നൈറ്റ് ഡ്യൂട്ടിയും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ അധികം റെസ്റ്റ്, അങ്ങനെ ഓവർ റെസ്റ്റും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മളിങ്ങനെ നടക്കല്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഷുഗർ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 7 months വരെ ഞാൻ അവിടെ വർക്ക് ചെയ്ത് നാട്ടിലേക്ക് വന്ന്, നാട്ടിലെത്തി പിന്നെ നമ്മൾ ഭയങ്കര റെസ്റ്റ് ആയിരിക്കുമല്ലോ. ആ റെസ്റ്റിൻ്റെ ഒക്കെ സമയത്താണെന്ന് തോന്നുന്നു എനിക്ക് ഈ ഷുഗർ കിട്ടിയത്. അങ്ങനെ ഒരു 8th month ആയപ്പം, 8th monthലാണ് എനിക്ക് ഷുഗർ ഉണ്ടെന്ന് അറിയുന്നത്. അതും ഒരു ദിവസം മോനെ അനങ്ങിയില്ല വയറ്റുന്ന്. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. അങ്ങനെ എന്നെ അച്ഛനും അമ്മയും ഒക്കെ കൂടെ, അപ്പവും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് ഇവൻ അനങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടി അനങ്ങിന്നാൽ തിരിച്ചു പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു തിരിച്ചു പോകണ്ട, അവിടെ അഡ്മിറ്റ് ആയിക്കോളൂ, ഷുഗർ ഉണ്ട് എന്ന്. ഷുഗർ അന്ന് എനിക്ക് 170 എങ്ങാനായിരുന്നു ആഫ്റ്റർ ഫുഡ് കേട്ടോ, 170. അപ്പം അത്രയും ഇതായപ്പം എന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കി. 1 month ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നത്. എൻ്റെ ദൈവമേ, ഞാൻ ദൈവത്തിനോട് എത്ര പ്രാർത്ഥിച്ചറിയോ എനിക്കിതൊന്ന് കുറഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ ഞാനൊരു 1 month ഞാൻ അവിടെ അഡ്മിറ്റായി. അപ്പോൾ എന്താ പറയുക, ഷുഗർ അത്രയും ഹൈ ആവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷുഗർ ഒരു വിധത്തിൽ കൺട്രോൾ ആയപ്പോഴാണ് എന്നെ വിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പിന്നെയും ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ തന്നെ വന്ന് അഡ്മിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു 8th month ഞാൻ അറിഞ്ഞതെന്നുണ്ടെങ്കിൽ, തുമ്പിമോളുടേത് 5th month GCT GTT എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാണ്ട്, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ തുമ്പിമോളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞത്. ഈ വാവയുടേത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, അതായത് എനിക്ക് ഷുഗർ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെയായിരുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 3 പേരുടേതും 3 ടൈമിലായിരുന്നു. അല്ലൂസിൻ്റെത് കുറച്ച് ലേറ്റ് ആയിട്ട് അറിഞ്ഞോണ്ട് തന്നെ ആ സമയം, ആ ഒരു 1 month ഞാൻ നന്നായിട്ട് ഡയറ്റ് എടുത്തിട്ട് പൊന്നോ, ഞാൻ കഴിക്കാത്തൊന്നുമില്ല, പശുവൊക്കെ കഴിക്കുന്ന പോലെയായിരുന്നു എല്ലാം കഴിച്ചുകൊണ്ടിരുന്നത്. ഈ വാഴക്കേൻ്റെ തോടൊക്കെ വേവിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഷുഗർ കുറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ കേട്ടോ. അതുപോലെ തന്നെ തുമ്പീനത് 5 months onwards ഞാൻ അങ്ങോട്ടേക്ക് ഇൻസുലിൻ എടുക്കേണ്ടി, 3നും ഇൻസുലിൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ഇൻസുലിൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ വാവേൻ്റെനാണ് എനിക്ക് ഇൻസുലിനും മെഡിസിനും ഒക്കെ ഫസ്റ്റ് തൊട്ടിട്ട് ഞാൻ, അതായത് ഹോൾ പ്രഗ്നൻസി ജേർണിയിൽ ഞാൻ ഇൻസുലിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഈ 3 പ്രഗ്നൻസിയിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് ഷുഗർ കൺട്രോൾ ചെയ്തത് വാവേനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്, ചെറുതിനെ കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പോയിന്റ്സ് ഒക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാൻ വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ പ്രഗ്നൻ്റ് ആയാലും മാത്രമല്ല എല്ലാവരും കണ്ടോളൂ കേട്ടോ. നിങ്ങൾക്ക് ഷുഗർ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് ഇത് യൂസ്ഫുൾ ആയിരിക്കും. പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഷുഗർ ഉണ്ടെങ്കിൽ അതിന് ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് എന്നാണ് പറയുക, GDM എന്നാണ് പറയുക. അത് തന്നെ നമുക്ക് 5 months ബിഫോർ 5 months ലേറ്റർ, അതായത് നമുക്ക് പ്രഗ്നൻസിയിൽ 5 മാസത്തിന് മുന്നേ നമുക്ക് ഷുഗർ ഉണ്ടെങ്കിൽ അതിന് ഒവേർട്ട് ഡയബറ്റീസ് എന്നാണ് പറയാം. 5 മാസത്തിന് ശേഷമാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഡെലിവറിത്തത്, അതായത് ചെറിയ വാവേൻ്റെ 3ാമത്തെ ഡെലിവറിയിൽ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ആദ്യം തൊട്ടിട്ടേ എനിക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് മേ ബി എനിക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് ആവാനും ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പ്രഗ്നൻസിയോട് അനുബന്ധിച്ചുള്ളത് ആയിരിക്കില്ല, അല്ലാണ്ട് തന്നെ ഷുഗർ വന്നിട്ടുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ക്ലിയർ ആയത് ആഫ്റ്റർ ഡെലിവറിയാണ് കേട്ടോ. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. 5 months മുമ്പേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒവേർട്ട് ഡയബറ്റീസ് എന്നും 5 months ശേഷമാണെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നാണ് പറയാം. ഇനി നമുക്ക് ഈ ഒരു ഡയബറ്റീസ് മെലിറ്റസ് എന്തുകൊണ്ടൊക്കെ ഉണ്ടാവാന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാമിലി ഹിസ്റ്ററി. നമ്മുടെ ഫാമിലിയിൽ നമ്മൾ അച്ഛൻ, അമ്മ, അച്ഛമ്മ തുടങ്ങിയിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് വരാൻ ചാൻസ് കൂടുതലാണ്. അത് മാത്രമല്ല ചിലപ്പം അവർക്ക് ആർക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് എൻ്റെ ഫാമിലി ഹിസ്റ്ററി നന്നായിട്ടുണ്ടായിരുന്നു. അച്ഛമ്മ, അമ്മയ്ക്ക് ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെ മേ ബി എനിക്കും ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ ഇതിൻ്റെ റിസ്ക് കുറേ പേര്, ഇപ്പം നമ്മൾക്കൊക്കെ എന്ത് അസുഖം ഉണ്ടെങ്കിലും പ്രഗ്നൻസി ടൈമിൽ നമ്മൾ നോക്കുക അതിൻ്റെ റിസ്ക്കാണ്, കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന്. ഈ 2 കോംപ്ലിക്കേഷനും ഇല്ലാണ്ടും വരാം, ചിലപ്പോൾ ഇതിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടും വരാം. ഇപ്പോൾ നമുക്കിപ്പോൾ ഡെലിവറിൻ്റെ സമയം കാണുമ്പോൾ നമ്മളെ ഹസ്ബൻഡിനെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അമ്മേനെ കൊണ്ടൊക്കെ അവരൊരു സൈൻ ചെയ്യിപ്പിച്ച് വാങ്ങിക്കും. അതായത് ഇപ്പം ഷുഗർ ഉള്ളത് കൊണ്ട് ബേബിക്ക് എന്തൊക്കെ സംഭവിക്കാം,
അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇതൊക്കെ സംഭവിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവരൊരു പേപ്പറിൽ എഴുതി കൊണ്ടുവന്ന് സൈൻ ഇടും. സൈൻ ഇടാൻ വേണ്ടി പറയുമ്പോൾ ഇവരെ ബോധം പോകുന്ന പൊക്കിയത് വഴിക്കാന്നറിയില്ല. ഇപ്രാവശ്യം ഉഷമ്മയ്ക്കായിരുന്നു ഇത് കിട്ടിയത്. ഉഷമ്മേൻ്റെ അടുത്ത് വന്നിട്ട് വൈശാട്ട സൈൻ ചെയ്ത് കൊടുത്തു. ഉഷമ്മേൻ്റെ അടുത്ത് വന്നത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടേഴ്സ്. കാരണം അത് അവർ ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മുടെ ഒരു സർജറിക്കോ ഒക്കെ പോകുന്നതിന് മുമ്പേ ഇങ്ങനെയൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം എന്നുള്ളത് ബൈസ്റ്റാൻഡേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണില്ലേ. നാളെ ഇവർ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മേൻ്റെ അടുത്താണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് അത് കേട്ടിട്ടൊക്കെ കിളി പോയിട്ട് അമ്മ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം വേറൊന്നുമില്ല, ഒന്നുകിൽ നമുക്ക് ബിഗ് ബേബി ആയിരിക്കും. അതായത് നമുക്കിപ്പോൾ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മയുടെ പ്ലാസൻ്റെ വഴിയാണ് കുട്ടിക്ക് എല്ലാം പോണത് അല്ലേ. അപ്പോൾ ഈ ഷുഗർ അതുപോലെ അങ്ങോട്ടേക്ക് വാവയുടെ അടുത്തേക്ക് പോകും. അപ്പോൾ വാവയുടെ അടുത്ത് പോകുമ്പോൾ വാവയുടെ പാൻക്രിയാസ് ആക്റ്റീവ് ആകുന്നു. അത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രോത്ത് ഫാക്ടറാണ്. അപ്പോൾ ബേബിക്ക് ഗ്രോത്ത് ഫാക്ടർ കൂടുമ്പം ബേബിയുടെ സൈസ് കൂടും. ഓക്കെ, അത് ഒരു കോംപ്ലിക്കേഷൻ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡ് കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെയായിരുന്നു വെച്ചാൽ അല്ലൂട്ടനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഫ്ലൂയിഡ് കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വലിയ വയറായിരുന്നു. 3 പ്രഗ്നൻസിക്കും വലിയ വയറായിരുന്നു. എനിക്ക് ട്രിപ്ലറ്റ്സ് ആണോ പിന്നെ അല്ലെങ്കിൽ ട്വിൻസ് ആണോ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം എനിക്ക് മോൻ്റെതിന് അല്ലൂസിൻ്റെന് ഫ്ലൂയിഡ് കൂടുതലായിരുന്നു. ഓൻ ഭയങ്കര മെലിഞ്ഞേനു കേട്ടോ. മെലിഞ്ഞ് വെച്ചാൽ ഓൻ നീണ്ട കുട്ടിയായിരുന്നു. 3 കിലോയിനും ഓൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തുമ്പീനെ പ്രഗ്നൻ്റ് ആയ സമയത്തും അതിനേക്കാളും വലിയ വയറായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ദൈവമേ ഇത്രയും ഫ്ലൂയിഡ് കയറിയെന്ന്. അപ്പം എൻ്റെ ഡോക്ടറാണ് മോളെ ഇത് ഫ്ലൂയിഡ് അല്ല, ഇത് മൊത്തം എൻ്റെ ബേബിയാണെന്ന്. തുമ്പി 4 കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു. 3.7 സംതിങ് 3.8 അടുത്ത് തുമ്പി മോളുണ്ടായിരുന്നു വെയിറ്റ്. അത് കഴിഞ്ഞ് പിന്നെ അപ്പം അതിൽ ഫ്ലൂയിഡ് അല്ല കേട്ടോ, അതിൽ ബേബി ആയിരുന്നു, ബിഗ് ബേബി ആയിരുന്നു. പിന്നെ ഇവൻ്റെന് 3ാമത്തേന് ഫ്ലൂയിഡ് കൂടുതലായിരുന്നു. മോൻ കറക്റ്റ് അല്ലുട്ടൻ്റെ അതേ വെയിറ്റ് 3.100 അടുത്തുള്ള വെയിറ്റേന് മോനും ഉണ്ടായിന്. അപ്പോൾ ഓരോരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാവ ഓവർ വലിപ്പല്ലേനും ഫ്ലൂയിഡേനും കൂടുതൽ. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് വരാൻ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാണ്ട് പ്രസവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ഇതിലിപ്പോൾ എന്താ നമുക്ക് ഓർക്കാനുള്ളത്, അതിനിപ്പോൾ ബിഗ് ബേബി ആണെങ്കിലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സി എസ് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് കുഞ്ഞിൻ്റെ തല വലിപ്പുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ ഷോൾഡർ, തുമ്പിക്ക് ഷോൾഡർ ടു ഷോൾഡർ നല്ല വിഡ്ത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഹൈറ്റ് കുറവായതും കൊണ്ടും കൂടിയാണ് CS ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നോർമലി പ്രസവിച്ച് പോകുന്ന എത്രയോ ആളുണ്ടാവും. അപ്പോൾ ഹൈറ്റ് കുറവല്ലാതാകുമ്പോൾ നമുക്ക് നോർമൽ ഡെലിവറി അത്രയും വെയിറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, ബേബീൻ്റെ വെയിറ്റ് വെച്ചിട്ട്. അതുകൊണ്ടാണ് എനിക്ക് CS ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്നാലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാനുള്ള ടെൻഷൻ നമുക്ക് ഷുഗർ കൂട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ഓവർ തിങ്ക് ചെയ്യാതെ ഉള്ളത് വെച്ചിട്ട് ആലോചിച്ച് നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഇനി ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്ന് ഡയറ്റ്, നല്ല പ്രോപ്പർ ഡയറ്റ് എടുത്താൽ തന്നെ നമുക്ക് നന്നായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ മെഡിസിൻസോ ഇൻസുലിനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. പിന്നെന്താണ്, നമുക്ക് നന്നായിട്ട് ഉറങ്ങുക. ആ കാര്യത്തിൽ ഞാൻ കുറച്ച് പിന്നോട്ടായിരുന്നു കേട്ടോ. ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു മിനിമം 8 മണിക്കൂർ എന്തായാലും നമ്മൾ ഉറങ്ങിയിരിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഷുഗർ കൂടും. അതെനിക്ക് അനുഭവത്തിലുള്ളതാണ്. ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സങ്കടവും അതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിറ്റേ നമ്മൾ ഷുഗർ നോക്കി നല്ല ഹൈ ലെവലായിരിക്കും. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഷുഗർ കൺട്രോൾ ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക, ഓവർ ടെൻഷൻ അടിക്കാതിരിക്കുക. പിന്നെന്താ, ചെറിയ എക്സസൈസ്, അത് ചെറുതായിട്ട് നടക്കുക. പിന്നെ ഇങ്ങനെ ഇരിക്കണോടത്തും തന്നെ കാല് വെച്ചിട്ടുള്ള കുഞ്ഞ് എക്സസൈസ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുക. അല്ലാതെ നമുക്ക് ഓവർ എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ, പിന്നെ നന്നായി വെള്ളം കുടിക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ എന്തെന്നാ, ഫുഡിൻ്റെ കാര്യം, നമ്മൾ എടുക്കുന്ന ഫുഡ് എപ്പോഴും പ്രോട്ടീൻ റിച്ച് ആയിരിക്കണം, ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളതായിരിക്കണം, കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ, അതായത് ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്നാണ് അതിനെ പറയുക. ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫുഡുകൾ എടുക്കുക. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കണം. ബിക്കോസ് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞിൻ്റെ ഹെൽത്തും കൂടെ നോക്കണം. നമുക്ക് ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് കിട്ടേണ്ട ന്യൂട്രിയൻസും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കുഞ്ഞിന് കൊടുക്കേണ്ട സാധനങ്ങൾ കൊടുക്കണം. അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കണം. ഫ്രൂട്ട്സ് വെച്ചാൽ നമ്മൾ കുറേ അങ്ങോട്ട് വാരി വിരിച്ച് കഴിക്കരുത്, ആക്രാന്തം കാണിക്കരുത്. നമുക്ക് നല്ല ആക്രാന്തം ഉണ്ടാവും. ബിക്കോസ് നമുക്ക് ഷുഗർ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ വിശപ്പ് കൂടുതലായിരിക്കും. അതായത് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ആയുർവേദത്തിൽ പറയാം, അഗ്നി ദീപ്തി ഭയങ്കര കൂടുതലായിരിക്കും. നമുക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ നമുക്ക് ഫുഡ് ഇങ്ങനെ കൊടുക്കുന്നതനുസരിച്ച് വിശപ്പ് ഇങ്ങനെ കൂടി അതിങ്ങനെ ഡൈജസ്റ്റ് ആവുന്നു. നമുക്ക് വിശപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും തൊണ്ട വരണ്ട പോലെ ഒരു ഫീൽ ഉണ്ടാവും. പിന്നെ നമുക്ക് യൂറിനേഷൻ്റെ കാര്യങ്ങളുണ്ടാവും, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ
ഒക്കെ നന്നായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് വെള്ളം കുടിക്കണം. അതുപോലെ ചില ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല. അപ്പോൾ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഏറ്റവും കൂടുതൽ പ്രഗ്നൻസിയിൽ കഴിച്ചിട്ടുള്ളത് പേരക്കയാണ്. പേരക്ക നന്നായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ. എന്ന് വെച്ചിട്ട് ഒരു ദിവസം തന്നെ 4-5 പേരക്ക എടുത്ത് കഴിക്കരുത്. ഒരു ദിവസം ഒരു പേരക്കൊക്കെ കഴിക്കുക. പിന്നെ ആപ്പിൾ നല്ലതാണ്. അത് നമുക്ക് ഗ്രീൻ ആപ്പിളും നല്ലതാണ്, മറ്റേ റെഡും ഗ്രീനും നല്ലതാണ്. പിന്നെ പൊമഗ്രാനട്ട് നല്ലതാണ്, അതായത് ഉറുമാമ്പഴം. ഇനി എന്താ വേറൊരു പേരുണ്ടല്ലോ, എനിക്ക് ഓർമ്മയില്ല. പിന്നെ റോബസ്റ്റ പഴം നല്ലതാണ് കേട്ടോ. പഴത്തിൽ ഏറ്റവും നല്ലത് ഷുഗറിന് റോബസ്റ്റയാണ്. പിന്നെ എൻ്റെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴം പുഴുങ്ങിയത് കഴിച്ചോളാൻ. അത് ഓവർ പഴുക്കാത്ത പഴമായിരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഡെയിലി കഴിക്കണമെങ്കിൽ കഴിക്കാമല്ലോ ഒന്നരാടം. ഞാൻ ഒന്നരാടൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ ഇടുന്ന വീടിൻ്റെ താഴെ കുറേ കമൻസ് കൊണ്ട് പഴം കഴിക്കരുതെന്ന് ചില ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെന്ന്. എൻ്റെ അടുത്ത് എൻ്റെ ഡോക്ടർ പറഞ്ഞത് പഴം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിച്ചിട്ട് എനിക്ക് അങ്ങനെ കൂടിയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. പഴുക്കാത്തത് വേണം എടുക്കാൻ. ഓക്കെ. പിന്നെ ഓറഞ്ച് ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസി ടൈമിൽ. നെല്ലിക്ക വളരെ നല്ലതാണ്. നല്ല അടിപൊളിയായിട്ട് ഷുഗർ കുറയ്ക്കും. നെല്ലിക്കയും ഒരു നുള്ളു മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചിട്ട് രാവിലെ തന്നെ കുടിച്ചാലൊക്കെ നന്നായിട്ട് ഷുഗർ കൺട്രോൾ ആവും കേട്ടോ. അപ്പം നെല്ലിക്ക വളരെ നല്ലതാണ്. പച്ചമുന്തിരി, അതായത് മുന്തിരി നമുക്ക് ഓവർ കഴിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എന്നാലും നമുക്ക് കഴിക്കണം, നമുക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നവർക്ക് പച്ചമുന്തിരി പിന്നെയും കുഴപ്പമില്ല. പച്ച കളറുള്ള മുന്തിരി അത് പിന്നെയും കുഴപ്പമില്ല. മറ്റതൊന്നും കഴിക്കാണ്ടിരിക്കുക മാക്സിമം. പിന്നെ പാഷൻ ഫ്രൂട്ട് നല്ലതാണ്, ചെറി നല്ലതാണ്, സ്ട്രോബെറി അടിപൊളിയാണ്. ഈ ബെറീസ് എല്ലാം നല്ലതാണ് കേട്ടോ നമുക്ക് ഷുഗറിനും. സ്ട്രോബെറി, പ്ലം, പിയർ, പിന്നെ കിവി, കംബ്ലൂസ് നാരങ്ങല്ലേ, മറ്റേ വലിയ മാതള നാരങ്ങ, പിന്നെ അവക്കാഡോ നല്ലതാണ് കേട്ടോ. പിന്നെന്താ, സബർജീലി നല്ലതാണ്. അങ്ങനെ ഈ പറഞ്ഞ സാധനങ്ങളിലൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഞാനിതിൽ ഏറ്റവും കൂടുതൽ കഴിച്ചത് പേരക്ക, റോബസ്റ്റ്, ഓറഞ്ച്, പൊമഗ്രാനട്ട് ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ അവക്കാഡോ കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ സാലഡിലൊക്കെ ഞാൻ ആഡ് ചെയ്തങ്ങ് കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള സാധനങ്ങൾ തന്നെ കഴിക്കാൻ നോക്കുക. ചിലതൊക്കെ മോഡറേറ്റ് ലെവലിൽ മാത്രമേ കഴിക്കാവൂ എന്നുള്ളതുണ്ടാവും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദോശ, നമ്മൾ ഉഴുന്ന ദോശയൊക്കെ അത് മോഡറേറ്റ് ലെവലിലേ കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ ഇത് എന്താ പറയുക, നേന്ത്രപ്പഴം അതൊരു മോഡറേറ്റ് ലെവലിൽ കഴിച്ചാൽ മതി. മുന്തിരി, അത് പച്ചമുന്തിരി, അത് മോഡറേറ്റ് ലെവലിൽ കഴിക്കുക. അങ്ങനെ ചിലതൊക്കെ മോഡറേറ്റ് ലെവലിൽ കഴിക്കേണ്ടത് അതുപോലെ തന്നെ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രൂട്ട്സ് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമുക്ക് ഈ ഡയറി പ്രൊഡക്ട്സ്, അതായത് തൈര്, പാല്, പിന്നെ നെയ്യ്, ഇതൊക്കെ ഒരു മോഡറേറ്റ് ലെവലിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. തൈരൊക്കെ നല്ലതാണ് കേട്ടോ കഴിക്കുന്നത്. യോഗട്ട് നല്ലതാണ്, ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു. മുട്ട, പാല്, ഇങ്ങനത്തെ സാധനമൊക്കെ കഴിക്കാം നമുക്ക്. പിന്നെ കറി വെച്ച മീനുകൾ, അത് ചെറു മത്സ്യങ്ങളില്ലേ, ഈ മത്തി, മെത്തല, മാന്ത, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കേട്ടോ പറയും, നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയാന്ന് എനിക്കറിയില്ല. അപ്പോൾ കുഞ്ഞു മത്സ്യങ്ങൾ കറി വെച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ നട്ട്സ് ആൻഡ് സീഡ്സ് നല്ലതാണ്. പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കുക കേട്ടോ. നന്നായിട്ട് പച്ചക്കറികൾ ഇൻക്ലൂഡ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും. ഇലവർഗ്ഗങ്ങളൊക്കെ ഇല്ലേ, ഈ ഇലകളൊക്കെ, അതൊക്കെ കഴിച്ചാൽ നല്ല ചേഞ്ച് ഉണ്ടാവാറുണ്ട്. കാരണം ഞാൻ ഷുഗർ ടെസ്റ്റിൻ്റെ തലേ ദിവസം ഭയങ്കര ഡയറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യാറ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മീറ്റ്, ചിക്കനൊക്കെ നല്ലതാണ് കേട്ടോ. ചിക്കനൊക്കെ നന്നായിട്ട് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ ഒലിവ് ഓയിൽ നല്ലതാണ്. ബെറീസ്, സ്ട്രോബെറി, അങ്ങനത്തെ സാധനങ്ങളല്ലേ, അതൊക്കെ നല്ലതാണ്. പിന്നെ വെജിറ്റബിൾസിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപ്പേരി ഉണ്ടാക്കി, അതായത് വറവുണ്ടാക്കി കഴിക്കില്ലേ, ഉപ്പേരി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ചുരങ്ങ നന്നായിട്ട് ഷുഗർ കൺട്രോൾ ആവും. ഞാനത് എപ്പൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊക്കെ എൻ്റെ ഷുഗർ നല്ല പോലേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ചുരങ്ങ വളരെ നല്ലതാണ്. കോവക്ക നല്ലതാണ്. പിന്നെ എന്തായാലും പറയാ, വാഴക്കല്ലേ, വാഴക്കൻ്റെ ഉപ്പേരിയില്ലേ, പച്ചപ്പഴത്തിൻ്റെ ആ സംഭവം അത്. പിന്നെ എന്താണ്, വെണ്ടയ്ക്കൊക്കെ നല്ലതാണ്. പിന്നെ എനിക്ക് അതൊന്നും പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ നന്നായി കഴിച്ചിട്ടുണ്ട്. ഈ പൊട്ടറ്റോ ഒന്നും അത്ര നല്ലതല്ല കേട്ടോ. പൊട്ടറ്റോ ഒക്കെ മാക്സിമം ഒഴിവാക്കാം. പിന്നെ ബ്രിഞ്ചാൾ, ക്യാരറ്റ് നല്ലതാണ്. ക്യാരറ്റ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജ്യൂസായിട്ട് കുടിക്കാറാണ്, മധുരമിടാതെ. ഓക്കെ, വേവിച്ചിട്ട് പാലൊഴിച്ചിട്ട് മധുരമിടാതെ ജ്യൂസായിട്ട് കുടിച്ചാൽ തന്നെ നല്ലതാണ്. എനിക്ക് ഉപ്പേരി ഇഷ്ടമല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രൊക്കോളീസൊക്കെ നല്ലതാണ് കേട്ടോ, കോളിഫ്ലവർ, ബ്രൊക്കോളിയൊക്കെ. പക്ഷെ ഞാൻ അത് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചാൽ തൈറോയിഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, എനിക്ക് തൈറോയിഡ് അങ്ങനെ ഉണ്ടായിട്ടില്ല, പക്ഷേ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ് ഡോസ് കഴിക്കുന്നത് കൊണ്ട് ഞാൻ പിന്നെ കോളീസൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ടാ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ സോയാബീനൊക്കെ വളരെ നല്ലതാണ്. ചെറുപയർ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള സാധനങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. റാഗി, അതായത് നമ്മൾ എന്താ പറയുക,
റാഗിയില്ലേ, അത് മുത്താറി എന്ന് പറയുന്നത്, ആ സാധനം മാക്സിമം ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ ഡിന്നറിലായിക്കോട്ടെ, റാഗീൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ വളരെ നല്ലതാണ്. അങ്ങനെ റാഗി എന്ന് പറഞ്ഞ സാധനം തന്നെ ഇതിൻ്റെ അഗ്രൗഷധമാണ് കേട്ടോ. അപ്പോൾ അത് മാക്സിമം നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. UTI ഉണ്ടാവുന്നത് തടയും. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സിംറ്റമാണ് ഭയങ്കര ദാഹം. അപ്പോൾ അത് ഭയങ്കരമായിട്ട് കൺട്രോൾ ആവും. അതുകൊണ്ട് പിന്നെ നമ്മളെപ്പോഴും വെള്ളം നന്നായിട്ട് കുടിക്കുക. അത് കുഞ്ഞിനും നല്ലതാണ്, നമുക്ക് നല്ലതാണ്. ഓക്കെ, അപ്പം വെള്ളം നന്നായിട്ട് കുടിക്കുക. പിന്നെ ചെക്കപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും ഷുഗർ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മളെ കുഞ്ഞിൻ്റെ അനക്കം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളോട് ഡോക്ടർ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ചെക്ക് ചെയ്യുക. ഒരു ഗ്ലൂക്കോമീറ്റർ ഒക്കെ വാങ്ങാൻ പറ്റുമെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ കരുതി ഡെയിലിയൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. ഓക്കെ, പിന്നെ നമ്മൾ പറയേണ്ടത് ഓക്കെ നമ്മുടെ ഫുഡിൻ്റെ കാര്യം. ഇൻറ്റർമീഡിയറ്റ് ഫുഡ് കഴിക്കുക. അതായത് നമ്മൾ അറ്റ് എ ടൈം നമ്മൾ ഒരു ഓവർ ഫുഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ നന്നായിട്ട് കൂടും. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡാണെങ്കിലൊക്കെ കൺട്രോൾ ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റ് കൺട്രോൾ ചെയ്യുക. എന്നിട്ട് എന്ത് ഇൻറ്റർമീഡിയറ്റ്ലി ഫുഡ് കഴിക്കാം. നമ്മൾ നോർമലി ഒരു 3 നേരമായിരിക്കും ഭക്ഷണം കഴിക്കുക. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ, ഒരു 4-5 നേരം ഭക്ഷണം കഴിക്കുമായിരിക്കും. ഷുഗർ പേഷ്യൻസ് ആണ് നിങ്ങളൊരു 7 ടൈംസ് ഫുഡ് കഴിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഫുഡ് കൺട്രോൾ ചെയ്യാനും പറ്റും. ഷുഗർ നന്നായിട്ട് നമ്മളെ കൺട്രോളിൽ വരികയും ചെയ്യും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഫുഡിൽ ഞാൻ ആദ്യമേ പറയുന്നു വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളത്. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡിന് മുന്നേ ഒക്കെ നന്നായിട്ട് വെള്ളം കുടിക്കാം. പിന്നെ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മളെ വെള്ളം കുടിക്കുന്നത് ഇപ്പോൾ നമുക്ക് തടി നല്ലോണം ഉള്ള ആളാണ്, നമുക്ക് തടി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിന് മുന്നേ വെള്ളം കുടിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് വിശപ്പ് കുറയും. അപ്പോൾ ഭക്ഷണത്തിൻ്റെ എടുക്കുന്ന ക്വാണ്ടിറ്റി കുറയും. അപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മളെ തടി കുറയ്ക്കാൻ പറ്റും. ഇനിയല്ല ഇപ്പോൾ ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്താണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്നതിൻ്റെ മിക്സായിട്ട്, അതായത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചിട്ട് അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി നമുക്ക് തടിയില്ല, നന്നായി തടി വെക്കണം. അപ്പോൾ വെള്ളം ആദ്യം എടുത്ത് കുടിക്കരുത്. ആദ്യം ഫുള്ള് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ലാസ്റ്റ് മാത്രം വെള്ളം കുടിക്കാം. ഇങ്ങനെ നമുക്ക് വെള്ളവും ഫുഡും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, നമ്മുടെ വെയിറ്റ് കൂടുന്നതിനും കുറയുന്നതിനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഷുഗറുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അധികം ഫുഡ് എടുക്കണ്ട. അപ്പോൾ ആദ്യമേ നന്നായി വെള്ളം കുടിച്ചിട്ട് ഫുഡ് കഴിക്കുക. ഓക്കെ, ഇനി ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് തൊട്ടേ പറയാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലും എടുത്തിട്ടുണ്ടായിരുന്നത് ഉപ്പുമാവാണ്. അത് ചെറിയ തരി റവയില്ല, അതല്ല. ഓക്കെ, അത് കഴിക്കുക ചെയ്തത്, അത് ഷുഗർ കൂട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിനെന്താ പറയുക, അംഗനവാടിയിലൊക്കെ കിട്ടുന്ന റവയില്ലേ, കുറച്ച് വലിയ ഗോതമ്പ് നുറുക്ക് എന്നൊക്കെ പറയുന്നത്, ആ സാധനം കൊണ്ട് ഉപ്പുമാവ് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓട്സിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഉപ്മാസമൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ദോശ മോഡറേറ്റ് ലെവലിൽ നമുക്ക് ഉഴുന്ന ദോശ, ഇഡ്ഡലിയൊക്കെ കഴിക്കാം. ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ 2 എണ്ണമൊക്കെ കഴിക്കാം, അതിൻ്റെ മുകളിലേക്കൊന്നും കഴിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ കൺട്രോൾഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉഴുന്ന് ഇട്ടിട്ടുള്ള ദോശയും ഇഡ്ഡലിയൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ പുട്ട് എന്ന് പറയുമ്പോൾ അരിപ്പുട്ട് കഴിക്കുകയേ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യാം, തേങ്ങയൊക്കെ മാക്സിമം കുറച്ചോളൂ കേട്ടോ. പിന്നെ പുട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, റാഗി പുട്ട്, ഗോതമ്പ് പുട്ട്, ഓട്സ് പുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പുട്ടിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഓട്സ് പ്രിപ്പറേഷൻസ് എന്ത് വേണമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കാം. ഓട്സിൻ്റെ സ്മൂത്തി കഴിക്കാം. അതായത് ഓട്സ്, ചിയാ സീഡ്, ഫ്ലാക്സ് സീഡൊക്കെ ഞാൻ രാത്രി പാലിൽ കുതിർത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. രാവിലെ അതിൽ ഫ്രൂട്ട്സ്, ഇപ്പം പൊമഗ്രാനറ്റ്, ആപ്പിൾ, അങ്ങനെ സാധനങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ജസ്റ്റ് ആഡ് ചെയ്തിട്ട് കഴിക്കുമായിരുന്നു. അതെനിക്ക് നല്ല ഒരു ഇഷ്ടമുള്ള സാധനമായിരുന്നു കേട്ടോ. പിന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കാൻ പറ്റുന്നത്, നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് റവേൻ്റെ, അതായത് ഗോതമ്പ് നുറുക്കിൻ്റെ കഞ്ഞി പോലെ ഉണ്ടാക്കാം. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ കുടിക്കാം ഒരു ടേസ്റ്റിന്. പക്ഷെ കഴിയുന്നത് തേങ്ങ കുറയ്ക്കുന്നതാണ് നല്ലത്. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് ഇതിൽ തന്നെ പ്രോട്ടീൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ഫൈബർ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ തന്നെ എഗ്ഗ്, പാല്, അങ്ങനത്തെ സാധനം, ചിക്കൻ ഒക്കെ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 11-11:30 ആവുന്ന സമയത്ത് നമുക്കൊരു സാലഡ് ടൈം കൊടുക്കാം. അതായത് സാലഡ് നമുക്ക് വെജീസ്, അതുപോലെ കക്കിരി, ക്യാരറ്റ്, ഒണിയൻ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളില്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് യോഗട്ടൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഒരുപാട് റെസിപ്പീസ് യൂട്യൂബിലൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സാലഡ് ഫോർ ഡയബറ്റീസ് പേഷ്യൻസ് എന്നൊക്കെ അടിച്ചു നോക്കിയാൽ തന്നെ ഇഷ്ടം പോലെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സാലഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ചിക്കനൊക്കെ വെച്ചിട്ടുള്ള സാലഡ് ഉണ്ടാക്കാം. പിന്നെ കോഴിമുട്ട പുഴുങ്ങിയിട്ട് അത് വെച്ചിട്ട് ഡ്രസ്സിങ് ഒക്കെ ചെയ്തിട്ടുള്ള സാലഡ് ഉണ്ടാക്കി നമുക്ക് അടിപൊളിയായിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനൊരു സാലഡ് ലവറേ അല്ലായിരുന്നു. കഴിച്ച് പിന്നെ ഞാൻ കഴിക്കണമല്ലോ വെച്ചിട്ട് കഴിച്ച സമയം കണ്ടു. പക്ഷെ ചിലതൊക്കെ നല്ല ടേസ്റ്റാണ്. അവക്കാഡോ വെച്ചിട്ടൊക്കെ സാലഡ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് കഴിക്കുക. അപ്പോൾ സാലഡിൻ്റെ ടൈം അങ്ങനെ കൊടുക്കുക കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ അരി കഴിക്കാനേ പാടില്ല. ഷുഗറാണെന്ന് പറഞ്ഞിട്ട് ഗോതമ്പ് കുറേ എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കാര്യമില്ല. നമ്മൾ മിനിമൽ ഒരു കപ്പ് ചോറ് കഴിക്കുന്ന തുല്യമാണ് 2-3 ചപ്പാത്തി കഴിക്കുന്നത്. ഗോതമ്പ് അത്രയും ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞൊരു സാധനമല്ല. അതുകൊണ്ട് നമ്മൾ ഗോതമ്പും ഒരു മോഡറേറ്റ് ലെവലിൽ തന്നെ കഴിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ റാഗി ഇൻക്ലൂഡ് ചെയ്യുക. ഓട്സ്, റാഗി അത് ഇൻക്ലൂഡ് ചെയ്യുക. ഓട്സിൽ തന്നെ റോൾഡ് ഓട്സ് ഉണ്ടാവും, അത് വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെന്താ,
ഓക്കെ. അപ്പോൾ ഗോതമ്പിൻ്റെ നമുക്ക് ഗോതമ്പിന് ചപ്പാത്തി അല്ലെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അതൊക്കെ ഒരു മോഡറേറ്റ് ലെവലിലേ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അതുപോലെ മൈദ പറ്റ ഒഴിവാക്കാം. മൈദ തീരെ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. കാരണം മൈദ ഫുള്ളിയും അവോയ്ഡ് ചെയ്തപ്പോഴാണ് എനിക്ക് അതിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ. സാലഡ് എഗ്ഗ് അല്ലെങ്കിൽ നേന്ത്രപ്പഴം പുഴുങ്ങിയത് അധികം പഴുക്കാത്തത് വേണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഫ്രൂട്ട്സോ, വെള്ളക്കടല വളരെ നല്ലതാണ്, നിലക്കടല വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് സാലഡ് ടൈമിൽ. ഓക്കെ. പിന്നെ ഒരു ഉച്ചയ്ക്ക് നമുക്ക് ടൈമിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡ് കറക്റ്റ് ടൈമിന് കഴിക്കുക. ഷുഗർ പേഷ്യൻസ് എല്ലാവരും ശ്രദ്ധിക്കണം, കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഫുഡിൽ നിങ്ങൾക്കറിയാലോ, ചോറ് ഒരു മിനിമം എമൗണ്ടിൽ എടുക്കുക. പിന്നെ പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ളതും ഫൈബർ റിച്ച് ആയിട്ടുള്ളതും കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തോളാം. ഇലവർഗം, പച്ചക്കറികൾ, കോഴിമുട്ട, ചെറു മത്സ്യങ്ങൾ, ചിക്കൻ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു ഉച്ചയൂണ് നമുക്ക് കഴിക്കാം. പപ്പടം കുറയ്ക്കുക. കാരണം എന്താ, മൈദയാണ്, നിങ്ങൾക്കറിയാലോ. അങ്ങനെ സാധനങ്ങൾ. പിന്നെ തൈര് കൂട്ടാം, പയറുവർഗ്ഗത്തിലുള്ള സാധനങ്ങൾ കൂട്ടാം, ഇലവർഗ്ഗങ്ങൾ, അങ്ങനെ അത്തരം സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു ലഞ്ചായിരിക്കണം. പിന്നെ ഈവനിങ്ങിൽ ഷുഗർ ഫ്രീ ആയിട്ടുള്ള സ്നാക്സ്, ചായയും കാപ്പിയും കഴിയുന്നത് ഒഴിവാക്കുക. പാല് വെള്ളം കുടിക്കാൻ നോക്കുക. പിന്നെ അല്ലെങ്കിൽ ഈ വെള്ളക്കടലൊക്കെ വേവിച്ച് കഴിക്കുക. അങ്ങനത്തെ ഒക്കെ വൈകുന്നേരത്തെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഡിന്നറിന് എമൗണ്ട് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ വൈകുന്നേരം അത് കഴിച്ചു കഴിഞ്ഞാൽ ഡിന്നറാണ് ആക്ച്വലി ഏറ്റവും വലിയൊരു ടാസ്ക് നമ്മളെ മുമ്പിലുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഈ പുഴുക്കുണ്ടാക്കാം. അതായത് വാഴയ്ക്ക, ചെറുപയർ, അങ്ങനെ സാധനങ്ങളൊക്കെ ഉള്ള പുഴുക്കുണ്ടാക്കാം. ഞാൻ അധികവും അതാണ് കഴിച്ചിട്ടുള്ളത്. പിന്നെ അതല്ലെങ്കിൽ ഓട്സിൻ്റെയോ അല്ലെങ്കിൽ റാഗി പുട്ട്, അങ്ങനത്തെ സാധനമൊക്കെ ഞാൻ അധികം കഴിച്ചിട്ട്. ഉപ്പുമാവ്, അതുപോലെ ഗോതമ്പ് നുറുക്കിൻ്റെ തന്നെ കഞ്ഞി, പിന്നെന്താ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ കോഴിമുട്ട പുഴുങ്ങിയതോ അങ്ങനത്തെ സാധനങ്ങളും പ്ലസ് അതിൻ്റെ കൂടെ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കും. അപ്പോൾ അത്ര നന്നായിട്ട് വിശപ്പ് നമുക്ക് കൺട്രോൾ ആവും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡിന്നറിൽ കൂടുതൽ കഴിക്കാം. ഡിന്നറിന് മുന്നേ ഒരു സാലഡ് ടൈമും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ബിക്കോസ് വൈകുന്നേരം അത് കഴിച്ച് കഴിഞ്ഞിട്ടൊരു സാലഡ് ടൈം കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. എന്നിട്ടൊരു 8-8:30 കൂടി നമ്മൾ ഫുഡിൻ്റെ പരിപാടി എല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ഒരു 7-7:30 ഡോക്ടർ പറയണത്. എനിക്ക് സത്യമായിട്ടും പ്രാക്ടിക്കലായിട്ട് അങ്ങനെ ആയിട്ടില്ല. ഒരു 8-8:30 ഉള്ളിൽ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം സ്റ്റോപ്പ് ചെയ്യുക. എല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാക്സിമം വെള്ളം കുടിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ ഷുഗറുള്ള ടൈമിൽ നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്കൊരു ആനേനെ പിടിച്ചെന്നാണുള്ള വിശപ്പൊക്കെ ഉണ്ടാവുമായിരുന്നു. രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ ഇറങ്ങി വരുമായിരുന്നു. ഞാൻ വിശന്നിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ എനിക്ക് പറഞ്ഞൊരു ഐഡിയ ആണ്, രാത്രി കിടക്കാൻ നേരത്ത് പാലും 2 കോഴിമുട്ട പുഴുങ്ങിയതും കഴിക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഞാനിത് വിചാരിച്ചിരുന്നു കോഴിമുട്ട പുഴുങ്ങി കഴിച്ചിട്ട് കിടന്നിട്ട് കാര്യമുണ്ടോയെന്ന്. പക്ഷെ രാത്രി കിടക്കാൻ നേരത്ത് മാത്രം അത് ചെയ്യുക. 1 ഗ്ലാസ് പാലും 2 കോഴിമുട്ട പുഴുങ്ങിയതും. രാവിലെ വരെ നമുക്ക് വിശപ്പുണ്ടാവില്ല. നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഈ കോഴിമുട്ട പുഴുങ്ങിയത്. പ്രോട്ടീനേഷ്യസും ആണല്ലോ. അപ്പോൾ അത് ഞാൻ കഴിച്ചതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു വിശപ്പിൻ്റെ പ്രശ്നം ഉറക്കത്തിൽ രാത്രി വരാറില്ലായിരുന്നു. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലിൻ എടുക്കുന്നത് ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇൻസുലിൻ എടുത്തിട്ട് അരമണിക്കൂറിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് കേട്ടോ. എന്നാലേ ആ ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെന്താ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? ഓക്കെ. പിന്നെ നമ്മൾ മെഡിസിൻ പ്രോപ്പറായിട്ട് കഴിക്കുക. നമ്മൾ ടൈം വെച്ചിട്ട് തന്നെ കഴിക്കുക. ഫുഡ് കഴിച്ച പാടും തന്നെ മെഡിസിൻ കഴിക്കുക. ഫുഡ് കഴിച്ചിട്ട് ഏതോ സമയമൊക്കെ മെഡിസിൻ എടുത്ത് കഴിച്ചിട്ടൊന്നും ഒരു റിസൾട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഫുഡ് കഴിച്ച പാടും തന്നെ മെഡിസിൻ എടുക്കുക. ഞാൻ മെറ്റ്ഫോമിൻ 500 ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റിലേക്ക് ആയപ്പോഴത്തേക്കും മെറ്റ്ഫോമിൻ 1000 ഒക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഹൈ ഡോസ് ഇൻസുലിനും ഉണ്ടായിരുന്നു. രാവിലെ 30ഉം രാത്രി 26ഉം ആയിരുന്നു ലാസ്റ്റിലേക്ക് ആയപ്പം. സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറഞ്ഞ ഡോസിലാണ് എടുത്തെങ്കിലും ലാസ്റ്റിലേക്ക് ആയപ്പം രാവിലെ 30ഉം രാത്രി 26ഉം എടുത്തിട്ടുണ്ട് കേട്ടോ ഇൻസുലിൻ. സ്വന്തം തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ തൈസിലാണ് എടുത്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. ചിലവർ ഇവിടെയും വയറിലൊക്കെ എടുക്കുന്ന ടീംസ് ഉണ്ട്. പക്ഷേ എനിക്ക് കാലിലാണ് കംഫർട്ട്. അതുകൊണ്ട് ഞാൻ തൈസിൻ്റെ ഔട്ടർ തൈലാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെന്താണ്, ഇൻസുലിൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എയർ കയറാണ്ടിരിക്കാൻ ശ്രമിക്കുക സിറിഞ്ചിൽ. പിന്നെ നമ്മൾ അളവിൽ ഒരിച്ചിരി കൂടുതൽ എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് കറക്റ്റ് അളവിലാക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇൻസുലിൻ പുറത്തേക്ക് പോകുമല്ലോ. അപ്പോൾ നമുക്ക് ആ എയറും കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. പെന്ന് പിടിക്കുന്ന പോലെ പിടിച്ചിട്ട് കുത്തിയിട്ട് ഇഞ്ചെക്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇഞ്ചെക്ട് ചെയ്ത പാടും തിരിച്ച് സിറിഞ്ച് വലിച്ചെടുക്കാതിരിക്കുക. ഒന്ന് അവിടെ നിന്ന് ഒരു ഫ്യൂ സെക്കൻഡ്സ് നമ്മൾ അവിടെ ഒന്ന് നിർത്തുക. എന്നിട്ട് മെഡിസിൻ ഒന്ന് സ്പ്രെഡായെന്ന് കണ്ടതിന് ശേഷം മാത്രം തിരിച്ചെടുക്കുക. ചില സമയമൊക്കെ ബ്ലീഡിങ് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെന്താണ്, ഇൻസുലിൻ എടുക്കുമ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഷുഗർ കൂടുതലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ തന്നെ എപ്പോഴാവുമെന്ന് വിചാരിക്കരുത്. നമ്മൾ ഇൻസുലിനും മെഡിസിനും അല്ലെങ്കിൽ ഡയറ്റും ഒക്കെ എടുക്കുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ഷുഗർ ഭയങ്കരമായിട്ട് ലോ ആയി പോകും. ആ സമയത്ത് നമുക്ക് ഭയങ്കര തലകറക്കം, കുട്ടി വിയർക്കൽ, കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ നമുക്ക് തീരെ നമ്മുടെ ബോഡി നമ്മളെ കൺട്രോളേ ആയിരിക്കില്ല. ഞാൻ എത്രയോ തവണ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് കഴിക്കാൻ വല്ല സ്വീറ്റ്സോ കാര്യങ്ങളോ കയ്യിൽ എപ്പോഴും കരുതി വെക്കുക, ഒരു രക്ഷയ്ക്ക് കേട്ടോ. അതുപോലെ അടുത്ത് എന്താണോ ഈ കാണുന്നത് അതിനുള്ളിൽ കയറി ഇരിക്കുക.
അതായത് കസേരയിലൊക്കെ കയറി അങ്ങ് ഇരുന്നേക്കണം. കാരണം തലകറക്കും കാര്യങ്ങളാണ്. നമ്മൾ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ നന്നായിട്ട് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് ഓക്കെ ആവുള്ളൂ. പിന്നെ മെഡിസിൻ എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബോധം ഏത് വഴിക്ക് പോകുമെന്ന് പറയാൻ പറ്റില്ല. മെറ്റ്ഫോമിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ചുറ്റുള്ള വിചാരിക്കും, അയ്യോ ഇതെന്താ ഈ കുട്ടി ഇങ്ങനെ കിടക്കണത്, നമ്മൾ കട്ടിലോ കണ്ടു കഴിഞ്ഞാൽ കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയാവും. കാരണം ഷുഗറാണ്. നമ്മൾ ഈ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സൈഡായി പോകും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളെ കൂടെ ഉള്ള ആൾക്കാരും കൂടെ നമ്മളത് മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും വീട്ടിൽ നിന്നാണെങ്കിൽ എല്ലാവരുടെ അടുത്തും പറയുന്നൊരു കാര്യമാണ്, ഈ മെഡിസിൻ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ കുട്ടി പേർക്ക് ഞാൻ എവിടെയോ പോയി കിടന്നൊരു ബോധം, കുറച്ച് സമയം ഞാൻ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു നോർമൽസിയിലേക്ക് ഞാൻ തിരിച്ചു വരാറ്. സോ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരത് മനസ്സിലാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ആ ഒരു ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, പിന്നെന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മളെപ്പോഴും എവിടെ ഡോക്ടറെ കാണിക്കാനോ കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നമ്മളെപ്പോഴും മെൻഷൻ ചെയ്യണം നമ്മളിങ്ങനെ GDM ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഷുഗർ ഉണ്ട് എന്നുള്ളത്. കാരണം എനിക്ക് പനിയോ എന്തൊക്കെയോ വന്ന സമയത്ത് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർ മെഡിസിൻസ് ഒക്കെ എഴുതി കഴിഞ്ഞ് അപ്പോഴെനിക്ക് ഓർമ്മ വന്നു, ഞാൻ അത് പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് GDM ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ അതിൽ 2 സിറപ്പ് വെട്ടിയിട്ട് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ തന്നെ ചിന്തിക്കുക, നമുക്ക് കഴിക്കാൻ പറ്റാത്ത മെഡിസിൻസും ഉണ്ടായിരിക്കാം അല്ലേ, ഷുഗർ കണ്ടൻ്റൊക്കെ ഉള്ളതുണ്ടാവും. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഡോക്ടറെ പനിയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കാണിച്ച് വരാണ്ടിരിക്കുക. അവരുടെ അടുത്ത് കാര്യം പറയും, ഇങ്ങനെ എനിക്ക് ഇങ്ങനെ GDM ഉണ്ട് എന്നുള്ള കാര്യം പറയാം കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ കാലിൽ നീരോ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മാക്സിമം നടക്കുക, കുറച്ച് അധിക ദൂരമല്ല, കുറച്ച് ദൂരമൊക്കെ അങ്ങനെ നടക്കുക, ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെൻഷൻ കുറയ്ക്കുക, ഉറക്കം നല്ല ഒരു സ്ലീപ്പ് റൊട്ടീൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെന്താ, ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട്. നമുക്ക് ചുട്ടുപുകച്ചിലൊക്കെ തോന്നും ചില സമയത്ത് ഭയങ്കരമായിട്ട്. ബാക്കിയുള്ളവർക്ക് ഫീൽ ആവണ ആ ചൂടിനേക്കാൾ കൂടുതൽ നമുക്ക് ചൂട് ഫീൽ ചെയ്യുന്ന പോലെ ഉണ്ടായിരിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. പിന്നെന്താ, ഇത്രയൊക്കെ കാര്യമാണ് എനിക്കുള്ളത്. പിന്നെ നിങ്ങളെല്ലാവരും ചോദിച്ച ചോദ്യം ഇപ്പം ഷുഗർ എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് അല്ലുവിൻ്റെനും തുമ്പീൻ്റെനും ഡെലിവറി കഴിഞ്ഞ് തൊട്ട് പിറ്റേ ദിവസം തന്നെ ഷുഗർ എടുത്ത് നോക്കിയപ്പോൾ നോർമലായിരുന്നു. അതായത് പിന്നെ ഞാനത് റിപ്പീറ്റ് ചെയ്ത് 1 വീക്ക് കഴിഞ്ഞപ്പോൾ 2 വീക്ക് കഴിഞ്ഞപ്പോൾ ഒക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ നോർമലാണ്. അപ്പോൾ മോൻ്റെ പ്രഗ്നൻസി മീൻസ് ഡെലിവറി കഴിഞ്ഞ് പിറ്റേന്ന് എനിക്ക് ടെസ്റ്റ് പിറ്റേന്ന് എനിക്ക് RBS എങ്ങനെ എടുത്തെന്ന് തോന്നുന്നു. അതിൻ്റെ അടുത്ത ദിവസം FBSഉം PPBS ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ എനിക്ക് ഷുഗർ നോർമലാണ് എന്ന് വെച്ചിട്ട് നമുക്കിനി ഷുഗർ വരില്ല എന്നുള്ള ധാരണയൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ എനിക്കൊരു 2 വീക്ക് കഴിഞ്ഞിട്ട് ഷുഗർ ടെസ്റ്റ് ഉണ്ട്, FBS PPBSഉം ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയുള്ളൂ എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ എന്ന് വെച്ചിട്ട് എൻ്റെ ഫുഡ് കൺട്രോൾ ചെയ്യാനോ ഷുഗർ ഫ്രീ ആയിട്ട് നിൽക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല. നോർമൽ ഫുഡ് എടുത്തോളാനാണ് പറഞ്ഞത്. എന്നിട്ട് വേണം ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ നോർമൽ ഫുഡാണ് എടുക്കുന്നത് വെച്ചിട്ട് ഓവർ മധുരം കഴിക്കാൻ എനിക്ക് പറ്റുന്നുമില്ല. ഇത്രയും കാലം കൺട്രോൾ ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് ഷുഗർ കുറച്ച് ഇടുമ്പോഴത്തേക്കും അത് തോനുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഷുഗർ മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പം എനിക്ക് നിലവിൽ ഷുഗർ ഇല്ല എന്നാണുള്ളത്. 2 വീക്ക് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അറിയാം കേട്ടോ. അത്രയ്ക്കാണ് ഇപ്പോൾ ഷുഗറിൻ്റെ കോംപ്ലിക്കേഷൻസ്, ഷുഗർ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ടെസ്റ്റിൽ FBSഉം PPBS ഒക്കെ നോക്കുന്ന സമയത്ത് FBS ഒരു 95ൻ്റെ ചോട കൊണ്ടുവരാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. PPBS 120 അല്ലെങ്കിൽ 110 പ്രഗ്നൻസിയിലാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പിടിച്ച് വെക്കണം. അപ്പോൾ ഒരു 110ൻ്റെ ഉള്ളിലൊക്കെ കൺട്രോൾ നമുക്ക് പിടിക്കണം. ഓക്കെ, 95 110 ആ റേഞ്ചിൽ നമ്മൾ കൺട്രോൾ ചെയ്യുക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് GDMന് വിധേയമായിട്ടുള്ള ആൾക്കാർ നമുക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, GDM കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രോൺ ടു ഡയബറ്റീസ് എന്നാണ് പറയാം. അത് നമ്മൾ പിന്നെ നമുക്ക് ഷുഗർ വരാൻ വേണ്ടി ചാൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി ഫ്യൂച്ചറിലേക്ക് നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ എന്നോട് എൻ്റെ ഡോക്ടർ പറഞ്ഞു, പക്ഷെ എന്തായാലും ഷുഗർ ഉണ്ട് എന്നുള്ളതുകൊണ്ട് കൺട്രോൾ ചെയ്യണ്ട, പക്ഷേ ഇത്രയും കാലം ഷുഗർ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഓവർ തടിയും കാര്യങ്ങളൊന്നും വരാഞ്ഞത്. അപ്പോൾ കുറച്ച് ഷുഗർ കൺട്രോളിൽ തന്നെ വെച്ചോ, ഓവറാക്കി ഇതാക്കണ്ട എന്ന് വെച്ചാൽ തീരെ ഷുഗർ കഴിക്കണ്ടെന്നൊന്നും പറയില്ല. നോർമലി എടുത്തിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്ക്, അത് കഴിഞ്ഞിട്ട് നീ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഷുഗർ കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. നമുക്ക് ഷുഗർ ഉണ്ടാകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ഷുഗർ കുറയാനും കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അതൊക്കെ പിന്നെ ആഫ്റ്റർ ഡെലിവറി അവർ തന്നെ ചെക്ക് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. മോക്കും അല്ലുവിനും തുമ്പിക്കും വാവയ്ക്കും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, അവർക്കൊക്കെ നോർമലായിരുന്നു ഷുഗർ. അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒന്നും ദൈവം സഹായിച്ച് എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ആണെങ്കിലും ആഫ്റ്റർ ഡെലിവറി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഷുഗറിൻ്റെ എന്താ പറയുക ഒരു ജേണി, പ്രഗ്നൻസി ജേണി. എൻ്റെ പ്രഗ്നൻസി ജേണി എന്ന് പറഞ്ഞാൽ ഷുഗറാണ്. എല്ലാവരും അതാണ് പറയുക, ഇത്രയൊക്കെ സഹിക്കേണ്ടി വരുന്ന ആദ്യമേ അറിഞ്ഞിട്ടും നീ
തേർഡ് പ്രഗ്നൻസിക്ക് നിന്നല്ലോ എന്ന്. ആക്ച്വലി എനിക്ക് 5 കുട്ടികൾ വേണമെന്നായിരുന്നു. പിന്നെ എനിക്കെന്നെ മനസ്സിലായി എന്നെ കൊണ്ട് പറ്റുക എന്ന് മനസ്സിലായപ്പോഴാണ് ഞാനത് 3 ഒതുക്കിയത്. അപ്പോൾ എൻ്റെ തേർഡ് പ്രഗ്നൻസിയിൽ എനിക്ക് ഓഫ് കോഴ്സ് അറിയാം എനിക്ക് ഷുഗർ വരുന്നു, ഞാൻ ഒരുപാട് അതിൽ ഫേസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാൻ എനിക്ക് വേണമെന്ന് വെച്ചൊരു പ്രഗ്നൻസി ആയിരുന്നു. അല്ലുവിൻ്റെനും തുമ്പീൻ്റെനും ഒക്കെ കുത്തിയേനേക്കാൾ കൂടുതൽ കുത്ത് കിട്ടിയത് ഈ പ്രഗ്നൻസിയിലാണ്. ആക്ച്വലി എൻ്റെ 2 തൈസും എൻ്റെ കയ്യിൽ നിന്ന് പോയ അവസ്ഥ, ഒരു മരവിച്ച അവസ്ഥയാണ്. കുത്തി 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 അത്രയും വേദനയും സഹിച്ച് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കഴിക്കാനും പറ്റില്ല. പ്രഗ്നൻസി നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളോ ഒന്നും കഴിക്കാൻ പറ്റാതെ ഒരുപാട് കൺട്രോൾ ചെയ്ത് നിൽക്കേണ്ടി വന്നൊരു പ്രഗ്നൻസിയാണ്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് വേണം എന്നുള്ളതുകൊണ്ടാണല്ലോ, നമുക്ക് വേണമെന്ന് തോന്നിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ത്യാഗം ചെയ്യാൻ തയ്യാറാവും ഇല്ലേ. അപ്പം അങ്ങനെയുള്ളതാണ്. അപ്പം എന്തായാലും നിങ്ങൾ ആർക്കെങ്കിലും ഷുഗറോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഫുഡിലാണ് ഏറ്റവും കൂടുതൽ. ഫുഡ് മാക്സിമം കൺട്രോളിലാക്കുക. നമ്മൾ എന്ത് വന്നാലും അതൊന്നും പുറത്തേക്ക് പോവില്ല എന്നുള്ള ശബ്ദത്തിൽ അങ്ങനെ അങ്ങോട്ട് കൺട്രോൾ ചെയ്യാം. മാക്സിമം മധുരം ഒഴിവാക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്ലീപ്പ്, ടെൻഷൻ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ കുഞ്ഞു കുഞ്ഞു എക്സസൈസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പ്രോപ്പറായിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, നമ്മൾ ചെക്ക് ചെയ്യുക, FBS PPBS ഒക്കെ നന്നായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.